കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ എന്തായാലും അവിടെ സ്ഥലത്ത് ആളുകൾ എത്തിയിട്ടുണ്ട്. എല്ലാവരും രക്ഷാപ്രവർത്തനം തുടക്കത്തിൽ തന്നെ നടത്താനായത് 15 കുട്ടികളെ ഉടൻ തന്നെ ആശുപത്രിയിലേക്കും എത്തിക്കാനായി. പക്ഷേ ബസ് അപകടമുണ്ടായപ്പോൾ ആ ബസിന്റെ അടിയിലേക്ക് വീണ ഒരു കുട്ടിക്കാണ് ഇപ്പോൾ ദാരുണാന്ത്യമുണ്ടായത്. വിവരങ്ങളുമായി കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വലിയൊരു താഴ്ചയിലേക്ക് ഇറക്കത്തിലേക്ക് ബസ് വരുമ്പോൾ അത് നിയന്ത്രണം വിട്ട് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നു എന്നായിരുന്നു നേരത്തെ അവിടെയുള്ള ആളുകൾ പറഞ്ഞത്. അത്തരത്തിൽ ആ ഒരു സൈഡ് കൊടുക്കുമ്പോൾ അത് നിയന്ത്രണം വിട്ട് താഴേക്ക് മറിയുകയായിരുന്നു. എന്തായാലും സ്ഥലത്ത് ഉടൻ തന്നെ ആളുകൾ ഇടപെട്ട് രക്ഷാപ്രവർത്തനം നടത്തിയതിനാൽ വലിയ പരിക്കില്ലാതെ മറ്റു കുട്ടികളെ രക്ഷിക്കാനായി. 15 കുട്ടികളാണ് നിലവിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. അതിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് ആദ്യം. ഒരു 4 മണിയായിട്ടുണ്ടാവും. ഞാനിവിടെ ഇരിക്കുന്നായിരുന്നു. അപ്പോൾ എന്തോ ഒരു ഒച്ച കേട്ടിട്ട് എടുത്ത് നോക്കുമ്പോൾ വണ്ടി മറിഞ്ഞേട്ടി വീണു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടി റോഡിലേക്ക് മറിഞ്ഞു വീണു. എന്നപാട് ഞങ്ങൾ 3-4 ആളെ ഉണ്ടായിട്ടില്ല. കുറേ ആളെ വലിച്ചു കൂട്ടി വലിയ പിള്ളേരെ 10-15 പിള്ളേരെല്ലാം വലിച്ച് പുറത്തേക്ക് ആക്കി. എന്നിട്ട് ബസ് ഞങ്ങളെല്ലാവരും കൂടി നീർത്തു നോക്കുമ്പോൾ ഒരു കുട്ടി ബസ്സിന്റെ അടിയിൽ കുറച്ച് നല്ല ചോരയൊന്നും മനസ്സിലാവില്ല. ആ കുട്ടീനെ എന്നോട് ബാക്കി എല്ലാ ആളെല്ലാം കിട്ടുന്ന വണ്ടിക്ക് ആശുപത്രിയിൽ കൂടുകയും മറ്റു കുട്ടികൾക്കെല്ലാം ചെറിയ ചെറിയ ഇതെല്ലാം ഉണ്ടായല്ലോ. നിഖിൽ അളവൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, ഇപ്പോൾ നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനമൊക്കെ ഏകദേശം ആളുകളെല്ലാം മാറ്റി ബസ് പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മെ ഞെട്ടിക്കുന്നത് ആ ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് ഇത്തരത്തിലാണ് ആ അപകടം ഉണ്ടായത് എന്ന് മനസ്സിലാകുന്നത്. ആ കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ, അവർ എത്രമാത്രം വലിയ ഭീതിയോടെയാണ് ആ ബസ്സിൽ ഉണ്ടാവുക എന്ന് ഇപ്പോൾ ഈ നിമിഷം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മെ പേടിപ്പിക്കുന്നതാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ. തീർച്ചയായും രുചീഷ്, ആ ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അപകടം ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു. ആ അപകടം നടന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു സമീപവാസി കൂടി നമ്മളിപ്പോൾ ഉണ്ട്. നിങ്ങൾ എന്തായിരുന്നു അപകടം കണ്ടിരുന്നു? എന്നിട്ട് അപകടം കണ്ടില്ല, സൗണ്ട് കേട്ടിട്ടായിരുന്നു പുറത്തിറങ്ങിയത്. എന്റെ വീട് ഇവിടെ തന്നെ അടുത്ത് തന്നെയാണ്. അപ്പോൾ വണ്ടി ഇവിടെ മറിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വണ്ടിയുടെ അകത്തേക്ക് കയറിയ സമയത്ത് ആദ്യം കുട്ടിയെ അടിയിലുള്ള കുട്ടിയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ടിൽ ബാക്കിയുള്ള കുട്ടികൾക്കൊന്നും അധികം പരിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ ഓരോ കുട്ടികളെ പുറത്തിറക്കിയ പിന്നെ ഒരു മുതിർന്നവരുണ്ടായിരുന്നു. അവരൊക്കെ ഇറത്തതിന് ശേഷം ലാസ്റ്റാണ് കുട്ടി വണ്ടിയുടെ അടിയിൽ കിടക്കുന്നത് കണ്ടത്. അതിനുശേഷം നമ്മളെല്ലാവരും പുറത്തുനിന്ന് വണ്ടി പൊക്കി കുട്ടിയെ വലിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെയ്തു. ചെറിയ കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്? എല്ലാം ചെറിയ കുട്ടികളാണ്. മുതിർന്ന കുട്ടി എന്ന് പറയാൻ വേണ്ടി മരിച്ച കുട്ടിയേ ഉള്ളൂ. ബാക്കിയെല്ലാവരും ചെറിയ കുട്ടികളായിരുന്നു. ഈ വേറെ ജീവനക്കാർ, ഈ ഡ്രൈവർ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു ബസ്? ഡ്രൈവർ അല്ലാണ്ട് ഒരു ആയ ഉണ്ടായിരുന്നു, ഒരു വലിയ മുതിർന്ന സ്ത്രീ ഉണ്ടായിരുന്നു. അതിൽ ശരിക്കും ഓർമ്മയില്ല, ഒരാൾ ഉണ്ടായിരുന്നു. ഈ കുട്ടികളെ ആശുപത്രിയിലൊക്കെ കൊണ്ട് നിങ്ങൾ തന്നെയാണ് കൊണ്ടുപോയത്? ഈ മരിച്ച കുട്ടിയെ നമ്മളാണ് കൊണ്ടുപോയി. ഞാനും ഒരാളും കൂടി കൊണ്ടുപോയിട്ടുണ്ട്. ഈ മറ്റു കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയാണ്, എന്തെങ്കിലും അറിയോ? ഹോസ്പിറ്റലിൽ കുഴപ്പമൊന്നും ഇല്ലാന്നാ കണ്ടത്. കാരണം ആകെ കണ്ട ഒരു കുട്ടിക്ക് ചെറുങ്ങനെ ഇവിടെ കണ്ണിന്റെ അവിടെ ചെറിയൊരു മുറിവുണ്ട്. ബാക്കി ആർക്കും അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഈ വാഹനത്തിന്റെ ഡ്രൈവർ എന്താണ് അവസ്ഥ? ഡ്രൈവർ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അയാള് അകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സൈഡിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ നിയന്ത്രണം വിടുകയായിരുന്നു ബസ്സിന്? അങ്ങനെയാണെന്നാ കേട്ടത്. കാരണം നമ്മൾ സൗണ്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ. എങ്ങനെയാ വീണത് കാണുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. സൗണ്ട് കേട്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് വന്നു. നിങ്ങൾക്ക് എത്ര കുട്ടികളെ ഇതിലുണ്ടായിരുന്നു എന്നുള്ളത് പറയാൻ പറ്റുമോ? ഏകദേശം 10-20 കുട്ടികൾ, 15-20 കുട്ടികൾക്ക് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. രുചീഷ്, തീർച്ചയായും അതാണ് ഈ സംഭവം നടന്ന ഉടൻ ഇവിടേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത ഈ സമീപവാസി പറയുന്നത്. ഇതിന് തൊട്ട് എതിർവശത്തുള്ള വീട്ടിലായിരുന്നു അദ്ദേഹം. ഈ ശബ്ദം കേട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നത്. ഇതിൽ ഏറ്റവും ദാരുണമായ കാര്യം എന്ന് പറയുന്നത്, ഈ മറ്റു കുട്ടികളെയൊക്കെ, അപകടം നടന്ന ഉടൻ തന്നെ മറ്റു കുട്ടികളെയൊക്കെ ഈ ബസ്സിൽ നിന്ന് പുറത്തേക്ക് നാട്ടുകാർ വളരെ പെട്ടെന്ന് എത്തിച്ചിരുന്നു. പക്ഷേ ഈ കുട്ടി, ഇങ്ങനെ ഒരു കുട്ടി ഈ ബസ്സിന് അടിയിൽ പെട്ട് കിടക്കുന്ന കാര്യം അവർക്ക് ആദ്യം മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ പെട്ടെന്ന് അങ്ങനെ രക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, ഇത്ര ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് അത് എത്തിയതും അങ്ങനെയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പിന്നീട് ഈ ഒരു കുട്ടി അതിലുണ്ട് എന്ന് മറ്റു കുട്ടികളിൽ നിന്ന് വിവരം ലഭിച്ചതിന് ശേഷമാണ് നാട്ടുകാർ ചേർന്ന് ആ ബസ് ഉയർത്തിയത്. നമുക്കറിയാം, മറ്റ് യന്ത്ര സഹായങ്ങളൊന്നുമില്ലാതെ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ തന്നെ ആ ബസ് ഉയർത്തിയെടുത്തതിന് ശേഷമാണ് ആ കുട്ടിയെ ഇവിടെ നിന്ന് എടുത്ത് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് എത്രത്തോളം വലിയ ഒരു അവസ്ഥയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നുകൂടി നമ്മൾ ഈ
ഈ റോഡാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡിൽ നിന്നാണ് ആ വാഹനം ഇറങ്ങി വന്നത്. നമുക്ക് ഈ റോഡിലും കാണാം ബസ് അത് ഇവിടെ നിന്നാണ് അതിന്റെ നിയന്ത്രണം നഷ്ടമായി അത് താഴേക്ക് പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. വലിയ ഇറക്കമാണ് ഈ റോഡിന്റെ മറ്റ് എതിർവശത്ത് വലിയ ഇറക്കമാണ്. അങ്ങനെ ഇറങ്ങി വരുന്നു. ആ ഇറക്കം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു വലിയ വളവാണ്. ആ വളവ് കഴിഞ്ഞതോടുകൂടിയാണ് ഈ ബസ്സിന് നിയന്ത്രണം നഷ്ടമായതെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് ഈ റോഡിൽ നമുക്ക് ഒരുപക്ഷെ കാണാം ആ ബസ് നിയന്ത്രണം വിട്ടതിന് ശേഷം പോയതാകാം, അല്ലെങ്കിൽ ആ ഡ്രൈവർ പരമാവധി ആ വാഹനം നിർത്താനുള്ള ശ്രമം നടത്തി അത് ബ്രേക്ക് പൂർണ്ണമായും അപ്ലൈ ചെയ്യുകയോ മറ്റോ ചെയ്തു. ആ സമയത്ത് ഇവിടെ നിന്ന് നിയന്ത്രണം വിട്ട് നേരെ ഏകദേശം ഒരു മീറ്ററോളം ഉയരത്തിലാണ്, സംസ്ഥാന പാതയിൽ നിന്ന് ഏകദേശം ഒരു മീറ്ററോളം ഉയരത്തിലാണ് ഈ റോഡുള്ളത്. ഈ റോഡിൽ നിന്ന് നേരെ ബസ് മറിഞ്ഞ് സംസ്ഥാന പാതയിലേക്ക് വീഴുകയായിരുന്നു. വലിയ രീതിയിൽ വാഹനങ്ങൾ പോകുന്ന ഒരു പാതയാണ് തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാത. ആ പാതയിലേക്കാണ് ബസ് മറിഞ്ഞു വീണത്. അപകടം എത്രത്തോളം വലിയൊരു അപകടമായിരുന്നു എന്ന CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ഏതായാലും വ്യക്തമാകുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ മറ്റ് കുട്ടികളുടെ നിലയിൽ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ച ഈ സമീപവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തലയ്ക്കും നെറ്റിക്കുമൊക്കെ ചെറിയ രീതിയിലുള്ള മുറിവുകളാണ് കുട്ടികൾക്ക് ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പക്ഷേ ആശുപത്രികൾ പ്രവേശിപ്പിച്ച ഈ കുട്ടികളെല്ലാം തന്നെ വിദഗ്ധമായ പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം വലിയ രീതിയിൽ ആ ബസ് നേരെ മറിഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോൾ തലയിടിക്കാനും മറ്റുമുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, അതിനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധനകൾ തന്നെയാണ് ഈ കുട്ടികൾക്ക് ആശുപത്രിയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു കുട്ടിയെയാണ് ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. മറ്റ് 11 കുട്ടികൾ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. നമുക്ക് ഒരുപക്ഷെ ഈ ബസ്സിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ ആ ബസ് മറിഞ്ഞ് വീണതോടുകൂടി ആ ബസ് പൂർണ്ണമായും അതിന്റെ ഒരു സ്ട്രക്ചർ തന്നെ മാറുന്ന രീതിയിലേക്ക് അത് പോയിട്ടുണ്ട്. ആ വീഴ്ചയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ആ ബസ്സിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകുന്നു. അങ്ങനെ മറിഞ്ഞ് വീഴുന്ന സമയത്ത് മുഴുവൻ കുട്ടികളും ഈ ബസ് ചെരിഞ്ഞ് വീണ ആ വശത്തേക്ക് തന്നെ വീഴുന്നു. അതിലൊരു കുട്ടി ഈ ബസ്സിനടിയിൽ അകപ്പെട്ടു പോവുകയാണ്. ഈ ബസ്സിന്റെ ഭാരം മുഴുവൻ ആ കുട്ടിയുടെ മുകളിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ ആ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഓടി ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ നാട്ടുകാരുണ്ട്. പക്ഷെ അവർക്ക് ഈ കുട്ടി ഇതിനകത്ത് ഉള്ള ഒരു കാര്യം അറിയില്ലായിരുന്നു. അവർക്കത് പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം അവരുടെ മനസ്സിലേക്ക് പോയതുമില്ല. അതുകൊണ്ട് തന്നെ ബസ്സിലുണ്ടായിരുന്ന മറ്റും മുഴുവൻ കുട്ടികളെയും ഇതിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ഉടൻ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം നടത്തി. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു കുട്ടി ഇതിനകത്ത് പെട്ടുകിടക്കുന്നു എന്ന് അതിദാരുണമായ കാഴ്ച തന്നെ ആയിരിക്കണം അത് ആ കാഴ്ച അവർ കണ്ടത്. അതിനുശേഷം നാട്ടുകാർ തന്നെ മറ്റേ യന്ത്രസാമഗ്രികളോ ഒന്നും ലഭ്യമാക്കാനുള്ള ഒരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് നാട്ടുകാർ തന്നെ ചേർന്ന് ആ ബസ് ഉയർത്തിയതിനു ശേഷമാണ് ഈ കുട്ടി ഇവിടെ നിന്ന് എടുത്ത് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ ആ കുട്ടിയുടെ മരണവാർത്തയാണ് അല്പസമയം മുൻപ് പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും മറ്റ് കുട്ടികളുടെ ആരോഗ്യനില സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കുറുമാത്തൂർ ചിന്മയ വിദ്യാലയത്തിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ അപകടം നടന്ന സ്ഥലം തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ വളക്കൈ പാലത്തിന് സമീപമാണ്. തളിപ്പറമ്പിൽ നിന്ന് ഇരിട്ടിയിലേക്ക് പോകുന്ന വഴി ഈ വളക്കൈ പാലം എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത്. ഇതൊരു ജംഗ്ഷൻ കൂടിയാണ് ഈ സംസ്ഥാന പാതയിലേക്ക് ഈ പറഞ്ഞതുപോലെ ഇതിന് സമീപത്തെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരു ചെറിയ റോഡ്, അതിനപ്പുറത്തേക്ക് ചുഴലി ഭാഗത്തേക്ക് പോകുന്ന മറ്റൊരു റോഡ്, അങ്ങനെ ഒരു ജംഗ്ഷനാണ്. അത്യാവശ്യം കടകളുമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് അതിന് ആളുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. അവർ തന്നെയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയതും ഇവിടെ നിന്ന് മറ്റ് കുട്ടികളെല്ലാം തന്നെ രക്ഷിച്ചതും എല്ലാം തന്നെ. ഏതായാലും വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വലിയ അപകടമാണ്, അതിദാരുണമായ സംഭവം തന്നെയാണ്. ബസ്സിനടിയിൽപ്പെട്ട് നിയന്ത്രണം വിട്ട് മറിഞ്ഞ ബസ്സിനടിയിൽപ്പെട്ട് ഒരു കുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരുപക്ഷെ ഈ ബസ്സിന്റെ അകത്തിപ്പോഴും ആ കുട്ടികളുടെ ബാഗുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണാം. ഈ മറിഞ്ഞു വീണ ബസ്സിനകത്ത് കുട്ടികളുടെ ബാഗുകളും എല്ലാം തന്നെ കാണാം. 5ാം ക്ലാസ് ഒക്കെ ആ ഒരു നിലയിലുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഈ ബസ്സിലുണ്ടായിരുന്നതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന അത്യാവശ്യം പ്രായം കൂടിയ കുട്ടി, ആ കുട്ടിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. കുട്ടികളുടെ ബാഗുകളും ഒപ്പം തന്നെ ആ ഡോറിനോട് ചേർന്ന ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന കുട്ടികളുടെ ചെരുപ്പ്, ഇതെല്ലാം തന്നെ കാണാം.
വലിയ അപകടം തന്നെയാണ് കണ്ണൂർ തളിപ്പറമ്പിനടുത്ത വളക്കയിൽ ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ കുറുമാത്തൂരിലെ ചിന്മയ വിദ്യാലയത്തിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ബസ്സിൽ ഏകദേശം 15ഓളം കുട്ടികൾ ഉണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലൊരു കുട്ടിയുടെ മരണമാണ് ഇപ്പോൾ ഏതായാലും ആശുപത്രിയിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതാണ്. മറ്റു കുട്ടികളുടെ ആരോഗ്യനിലയിൽ വലിയ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു. രുചീഷ്, നിഖിൽ, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിരവധി വാഹനങ്ങൾ ആ റോഡിലൂടെ കടന്നു പോകുന്ന ഒരു സമയം കൂടിയായിരുന്നു. അത് ഇപ്പോൾ കണ്ടതുപോലെയല്ല, അതിൽ വലിയ അപകടത്തിലേക്ക് പോകുമായിരുന്ന ഒരു അപകടം. ആ സമയത്ത് ആ വാഹനം വീഴുമ്പോൾ മറ്റു വാഹനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതുകൂടി ഒരുപക്ഷെ കൂടുതൽ അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കി. പക്ഷേ നമുക്ക് ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു. തീർച്ചയായും രുചീഷ്, അത് അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോഴും നമുക്ക് കാണാം ഈ സംസ്ഥാന പാത വളരെ തിരക്കേറിയ സംസ്ഥാന പാതയാണ്. ഈ സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ വലിയ രീതിയിലുള്ള വാഹന തിരക്കുള്ള ഒരു റോഡ് തന്നെയാണ്. ഒരുപക്ഷെ ഭാഗ്യമെന്ന് തന്നെ പറയാം, ആ വാഹനം അങ്ങനെ വീഴുന്ന സമയത്ത് മറ്റു വാഹനങ്ങൾ വന്നില്ല എന്നുള്ളത്. ഒരുപക്ഷെ അത് ഈ വാഹനത്തിന് മാത്രമായിരിക്കില്ല, നിരവധി ബസ്സുകൾ ഉൾപ്പെടെ പോകുന്നതാണ്. അങ്ങനെ ഈ ബസ് മറിഞ്ഞു വീഴുന്ന സമയത്ത് മറ്റൊരു വാഹനം വരികയാണെങ്കിൽ അത് വന്ന് ഇതിലിടിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയും അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ കുട്ടികൾ തെറിച്ച് പുറത്തേക്ക് വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഭയാനകമായ ഒരു അവസ്ഥയായി മാറുമായിരുന്നു. എന്തായാലും അത്തരം കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷേ ദാരുണമായ സംഭവം ഈ മറിഞ്ഞ ബസ്സിനടിയിൽപ്പെട്ട് ഒരു കുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റു കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ പ്രദേശത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇതിന് ചുറ്റുപറ്റത്തുള്ള ആളുകൾ അവർ വളരെ പെട്ടെന്ന് ഇടപെട്ട് നടത്തിയ രക്ഷാപ്രവർത്തനത്തെ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു കുട്ടിയെ കൂടി ഒരുപക്ഷെ അവർക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നെന്നൊക്കെയാണ് അവർ പറയുന്നത്. കാരണം ഈ ബസ്സിനടിയിൽ ഈ കുട്ടി പെട്ട് കിടക്കുന്നു എന്ന കാര്യം അവർ അറിഞ്ഞിരുന്നില്ല. ഈ മറ്റു കുട്ടികളെ വളരെ പെട്ടെന്ന് രക്ഷിച്ച് അങ്ങനെ പരിക്ക് പറ്റിയ മുറിവ് പറ്റിയ കുട്ടികളെയൊക്കെ ആശുപത്രിയിലേക്ക് എത്തിക്കാനും ഒക്കെ അവർ വളരെ പെട്ടെന്ന് അവർക്ക് സാധിച്ചു. പക്ഷേ അവസാനമാണ് ഈ ഒരു ബസ്സിനകത്ത് ഇങ്ങനെ ഒരു കുട്ടി പെട്ട് കിടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സ്ഥിരമായി ഉണ്ടായിരുന്ന ഡ്രൈവറല്ല, ഇന്ന് തൽക്കാലത്തേക്ക് വന്ന ഒരു ഡ്രൈവറാണ് എന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അത്തരം കാര്യങ്ങൾ സാർ എന്തെങ്കിലും അന്വേഷിച്ചിരുന്നോ? ഇല്ല, ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കൂടുതൽ വിവരം കിട്ടുമ്പോൾ അറിയിക്കാം. കിട്ടിയിട്ടില്ല വരെ. എന്തായാലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇന്നലെ 29 വരെ ഉണ്ടായിരുന്നു, സർക്കാർ നീട്ടിക്കൊടുത്തിരുന്നു അല്ലേ? ഏപ്രിൽ 30 വരെ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിക്ക് മാത്രമല്ല, എല്ലാ EIBക്കും നീട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്താണ് അപകട കാരണമെന്നാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രാഥമിക പരിശോധന നടന്നു വരുന്നേ ഉള്ളൂ. എന്നാലും വളവുള്ള ഒരു സ്ഥലമാണ്, ബ്രേക്ക് ചവിട്ടിയിട്ടുമുണ്ട്. ഇപ്പം മിക്കപ്പോഴും പരിചയമില്ലാത്ത ആളുടെ പ്രശ്നം കൊണ്ടായിരിക്കും സംഭവിച്ചെന്ന് തോന്നുന്നു. ഡ്രൈവറിന്റെ പ്രശ്നം തന്നെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് ഒരു പ്രാഥമികമായി. അതെ അതെ, ബാക്കി അന്വേഷിച്ചിട്ട് പറയാം. രുചീഷ്, തളിപ്പറമ്പ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് അല്പസമയത്തിന് മുൻപ് സംസാരിച്ചത്. ഈ വാഹനത്തിന്റെ ഫിറ്റ്നസ് 29-ാം തീയതി വരെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഒരു പ്രത്യേക നിയമത്തിന്റെ ഭാഗമായി ഫിറ്റ്നസ് നീട്ടി നൽകുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം നമുക്ക് പറയാനാവുന്നത്, ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ഡ്രൈവർ സ്ഥിരമായി ഈ വാഹനത്തിൽ ഉണ്ടാകുന്ന ഡ്രൈവർ അല്ല എന്നൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. താൽക്കാലികമായി ഡ്രൈവർ ജോലിയിലേക്ക് എത്തിയ ഒരാളായിരുന്നു ഇന്ന് ഈ വാഹനം ഓടിച്ചിരുന്നത് എന്നൊരു സൂചനയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ AMV ഇപ്പോൾ പറയുന്നത് ഈ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് വന്ന എന്തോ പിശക് എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. അത്തരത്തിൽ അന്വേഷണം നടന്നു വരികയാണ്. ഇക്കാര്യങ്ങളെല്ലാമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് കൂടിയാണ് തളിപ്പറമ്പ് AMVI പറഞ്ഞത്. ഈ വാഹനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിന്റെ ഡ്രൈവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയാണ്. AMVI അല്പസമയം മുൻപാണ് ഇവിടെ എത്തിയത്. ഈ വാഹനത്തിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. 29-ാം തീയതിയാണ് ഈ വാഹനത്തിന്റെ ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞത്. അതിനുശേഷം പക്ഷേ അത് സർക്കാർ തന്നെ നീട്ടി നൽകുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് അദ്ദേഹത്തിന് ലഭിച്ച പ്രാഥമിക വിവരം എന്നാണ് AMVI അല്പസമയം മുൻപ് പറഞ്ഞിരിക്കുന്നത്. നിഖിൽ, അദ്ദേഹം പറയുന്നതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു ഈ ഡ്രൈവറുടെ ഒരു പരിചയക്കുറവ് എന്നത് കൂടി പറയുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനത്തിലുള്ള ആളുകൾക്ക് പരിചയം നിർബന്ധമാക്കണം എന്നൊക്കെ നമ്മൾ നിയമത്തിൽ പറയും. പക്ഷേ അത് പലപ്പോഴും സംഭവിക്കുന്നില്ല. നമുക്ക് മുന്നിൽ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമ്പോഴാണ് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ ഊന്നുന്നത്.
തീർച്ചയായും രുചിഷ, അത്തരത്തിൽ ഉള്ള ചില സംശയങ്ങൾ കൂടി വരുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്ഥിരമായി ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ ആയിരുന്നില്ല ഇതിൽ ഉണ്ടായിരുന്നത് ഇന്ന് ഈ ഡ്യൂട്ടിയിൽ എന്നാണ് നമുക്ക് ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അതിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഏതായാലും വരുന്നുണ്ട്. മാത്രമല്ല AMVയും പറയുന്നത് അക്കാര്യം തന്നെയാണ്. ഇത് എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചതെന്ന് അവർ പരിശോധിച്ച് വരികയാണ്. പക്ഷേ ഈ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒരു പ്രശ്നം ഇപ്പോൾ AMVA തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 29-ാം തീയതി ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പിന്നീട് സർക്കാർ അത് നീട്ടി നൽകിയെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. മോട്ടോർ വാഹന വകുപ്പ് ഏതായാലും ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ അപകട സ്ഥലത്തേക്ക് നേരത്തെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂർ റൂറൽ SP ആണ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണ് ഈ അപകടം നടന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഡ്രൈവറുടെ പരിചയക്കുറവ് ഉൾപ്പെടെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും എല്ലാം തന്നെ ഈ ഘട്ടത്തിൽ കടക്കുകയും ചെയ്യുന്നത്. ഈ പകരം വന്നയാളാണോ ഡ്രൈവർ എന്ന കാര്യത്തിൽ അങ്ങനെ ഒരു സംശയം നാട്ടുകാർ പറയുന്നുണ്ട്. അതിനൊപ്പം ഈ വാഹനത്തിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ AMVA പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. 29-ാം തീയതിയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതിന്റെ കാലാവധി കഴിഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കണ്ണൂർ റൂറൽ SP സ്ഥലം സന്ദർശിക്കുകയാണ്. ആളുകളോട് ഈ അപകടം ഉണ്ടായത് സംബന്ധിച്ച് എങ്ങനെയാണ് എന്നത് കൂടി അന്വേഷിച്ചറിയുകയാണ്. കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു വിദ്യാർത്ഥി മരിച്ചു. 15 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു താഴ്ചയിലേക്ക് ബസ് നിയന്ത്രണം വിട്ട് റോഡിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. അതിനിടയിൽപ്പെട്ട കുട്ടിയാണ് മരിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവ്.